സ്കൂൾ തുറന്നു. ടീച്ചറൊന്നും പഠിക്കാൻ മെസ്സേജ് അയച്ചെന്നുണ്ടായിരുന്നു. പിന്നെ രാത്രി പഠിച്ചോണ്ട് തന്നെ കുഴപ്പമില്ല. പരീക്ഷ അങ്ങനെയാണ്. വേറെ അല്ലാതെ കുറച്ചുകൂടെ അല്ലാതെ നോക്കിയേക്കാം. ഇതൊക്കെ എങ്ങനെ പഠിച്ച് തലേലും കേൾക്കുന്നില്ല. ഇതിപ്പോ ആരോട് ചോദിച്ച് മനസ്സിലാക്കും? ആ പഠിപ്പിയോട് തന്നെ ചോദിക്കാം. എടാ അരുണേ, എന്നാ മീനാക്ഷി ശരി. എടാ എനിക്കിതൊന്ന് പറഞ്ഞു തരുവാടാ. അതിനെന്താ, ഞാൻ പറഞ്ഞു തരാം ലക്ഷ്മി. ആ എന്നാ എന്നിട്ട് ഏതാ പറഞ്ഞു തരണ്ടേ? എടാ ഇതാടാ. ഇതാ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് TN is equal to -3 + 5n. ആ എനിക്ക് മനസ്സിലായടാ. ശരി, അത് ഞാൻ പോയേക്കും കേട്ടോ. ആ ശരി ലക്ഷ്മി. ആ ശരി ശരി. ആ എടി നിക്ക്, നിന്റെ സീറ്റ് ഇതല്ലേ? ആ പറഞ്ഞാൽ എൻ്റെ സീറ്റ് അവിടെയാണല്ലോ. ആ ഇതിൻ്റെ കൂടെ ദാഹിക്കണം. അവിടെ ആയിരുന്നെങ്കിൽ വെള്ളം കഞ്ഞിപ്പരെ പോയി കഞ്ഞിവെള്ളം കുടിക്കായിരുന്നു. എന്താ തോന്നുന്നത്? നീ എങ്ങോട്ട് പോയതാടാ? ആ ഞാൻ ടീച്ചറിനോട് എക്സ്ട്രാ പരീക്ഷ ഇടാൻ വേണ്ടി പോവാന്ന് പറയാൻ വേണ്ടി പോയതാ. നല്ല കാര്യം കേട്ടോ, നല്ല കാര്യം. ആ എക്സ്ട്രാ പരീക്ഷ നമുക്ക് പഠിക്കുകയും ചെയ്യാലോ. ആ അതൊക്കെ ഇരിക്കട്ടെ, എന്നാ പരീക്ഷ? ഇന്നാടി അടുത്ത പീരീഡ്. അടുത്ത പീരീഡോ? ആ അടുത്ത പീരീഡ് നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഇഷ്ടംപോലെ സമയം കിടക്കുക. എന്താണെന്നറിയില്ല, തൊണ്ടയ്ക്ക് ഭയങ്കര വേദന. ആ അതെ അരുണേ, എനിക്ക് ഇത്തിരി വെള്ളം തരാമോടാ? വെള്ളമോ? ഇതാണോ? അമ്മ പറഞ്ഞിട്ടുണ്ട് ആർക്കും കൊടുക്കില്ലെന്ന്. എടാ അത് നിന്റെ അമ്മ അറിയാൻ പോകുന്നില്ലല്ലോ എനിക്ക് വെള്ളം തരുന്ന കാര്യം. അമ്മ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഞാൻ തരാം. വെള്ളം. താങ്ക് യു. വെൽക്കം. വെൽക്കം. എടി അല്ലെങ്കിൽ നീ വെള്ളം കുപ്പി മേടിച്ചു, എനിക്ക് വേറെ വീട്ടിൽ കുപ്പിയുണ്ട്. അല്ല അപ്പൊ നിന്റെ അമ്മ വഴക്ക് പറയത്തില്ലേ? എന്റെ വീട്ടിൽ 2 കുപ്പി വേറെ ഇരിപ്പുണ്ട്. ആണോ? താങ്ക് യു. അതൊക്കെ പോട്ടെ, നീ പരീക്ഷകളോ പഠിച്ചോ? എടാ ഇല്ലടാ അരുണേ, നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മമ്മി എടി വഴക്ക് പറയും മമ്മി എന്നെ. പിന്നെ ടീച്ചർ വരുമ്പോൾ മമ്മിയോട് പറഞ്ഞു കൊടുക്കും പഠിക്കണ കാര്യത്തിൽ ഞാൻ കുറച്ച് സ്ട്രിക്റ്റാ. അപ്പൊ ഇന്നത്തെ പരീക്ഷയും പൊട്ടി. കുട്ടികളെ പരീക്ഷയ്ക്കിരിക്കൂ. കുട്ടികളെ ബാഗെല്ലാം എടുത്ത് മാറ്റി വെക്കൂ. ഓക്കെ ടീച്ചർ. ബാഗ് എടുത്ത് മാറ്റിട്ടോടി. ബാഗ് ഉണ്ടല്ലോ, ബാഗ് കിട്ടണം. ആകെ എൻ്റെ ഒരു ഞാനും ഉണ്ട്, എൻ്റെ ഒരു പേനയുണ്ട്. താങ്ക് യു ടീച്ചർ. പഠിച്ചു ടീച്ചർ. ടീച്ചറിന്റെ സൗണ്ടിനല്ല പറ്റിയേ. ആ ടീച്ചർ പഠിച്ചു. കാണാനും പറ്റുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെക്കാം. സിനിമ ഏതാണ്? തുടരും സിനിമ എഴുതി.
സ്റ്റാർട്ട്. ആ മതി മതി മതി. പേപ്പർ പേപ്പർ. ടീച്ചറെ സ്റ്റാർട്ട്. പേപ്പർ സ്റ്റാർട്ട്. ആ എടി എങ്ങനെ ഉണ്ടായിരുന്നു? നീ എന്തോരം എഴുതിയേ? നീ എന്തായാലും ഫുള്ള് ജയിക്കുമായിരിക്കും. ആ എടാ നമ്മൾ കുറച്ച് വിൻറ്റേജാ അതാ. സ്റ്റാർട്ട്. ആ എന്തായാലും പൊളിച്ചൂട്ടോ, നീ നന്നായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയില്ലേ? സ്റ്റാർട്ട്. പിന്നല്ലേ ഇത്രേ ഉള്ളൂ. സ്റ്റാർട്ട്. ആ എടാ ഫൈനൽ പേപ്പർ കിട്ടൂലേ? സ്റ്റാർട്ട്. ആ കിട്ടൂല. നീ എന്താ പഠിക്കണം? നീ നന്നായിട്ട് എഴുതിയില്ലേ? സ്റ്റാർട്ട്. ആ പിന്നില്ലേ എഴുതി എഴുതി. സ്റ്റാർട്ട്. അരുൺ ഇന്ന പേപ്പർ. 2 3 സ്റ്റാർട്ട്. രശ്മി ഇന്ന പേപ്പർ. സ്റ്റാർട്ട്. ഇനിയിപ്പോ എങ്ങനെയാണിത് കാണിക്കും? 49. അവൾക്ക് നല്ല മാർക്ക്. അമ്മേനെ തല്ലും. ഒരു മാർക്കെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. വട്ട അടിക്കാം. അരുണനെ എന്താ പറ്റി? ഒരു മാർക്ക് ഇല്ല. അമ്മയെന്നെ തല്ലും. ഓ അതാണോ? നീ അത്രയും വാങ്ങിച്ചില്ലേ? അമ്മയെന്നെ തല്ലും. നോക്കട്ടെ ടീച്ചർ. ആ ഒരു മാർക്ക് ടീച്ചർ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ആയിപ്പോയി ഞാൻ. ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. 50 ആയില്ലേ? സന്തോഷമായില്ലേ? വെരി ഗുഡ് കേട്ടോ. താങ്ക് യു ടീച്ചർ. ടീച്ചർ അത് പറ്റില്ല, എനിക്കൊരു മാർക്ക് കിട്ടുക. നീ എന്നെ തുടരു സിനിമ ഒക്കെ എഴുതി വെച്ച് ഞങ്ങളതിന് മാർക്ക് തന്നെ. എന്നോട് തറവിക്കാൻ വരല്ലേട്ടോ ലക്ഷ്മി. ഒരു കയ്യബദ്ധം. അങ്ങനെ ഈ പരീക്ഷയും പൊട്ടി. ടീച്ചർ ഒരു മാർക്ക് കിട്ടും പ്ലീസ് പ്ലീസ്. ഒരു മാർക്ക് ഇട്ട് തരാം. വന്നെടുക്ക് എന്നെ പഠിച്ചതായിരുന്നു. താങ്ക് യു ടീച്ചർ. താങ്ക് യു താങ്ക് യു. അങ്ങനെ എനിക്ക് മാർക്ക് കിട്ടും. ഒരു മാർക്ക് വീട്ടിലുള്ള പായസം വെച്ച് എല്ലാവർക്കും കൊടുക്കാൻ. ആദ്യമായിട്ടാ ഒരു 50 ഒരു മാർക്ക് കിട്ടണേ. കുറച്ച് വിൻറ്റേജ് ആടാ.